ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. ശാലിനി ജഗദീവിനോട് പറയുന്നു, വിവരം തന്നതിന് ഒരുപാട് താങ്ക്സ്. കുട്ടികൾ സ്കൂൾ ടൈം കഴിഞ്ഞിട്ടും വീട്ടിലെത്താത്തതിൻ്റെ വളരെ ടെൻഷനിലായിരുന്നു ഞങ്ങളും. എനിക്കും അങ്ങനെ തോന്നിയിരുന്നു മാഡം. അതുകൊണ്ട് തന്നെ ഞാൻ ഉടനെ മാഡത്തിനെ വിളിച്ച് കാര്യങ്ങൾ അറിയിച്ചത്. ശാരദാമ്മ ചോദിക്കുന്നു, ആരാടി, എന്തുവാടി അവർ പറഞ്ഞത്? കുട്ടികളെ കണ്ടോ? അമ്മ, ജഗദീവാണ് വിളിച്ചത്. രോഹിത്തിനെ കാണാൻ വേണ്ടി കുട്ടികൾ അവിടെ ചെന്നിരുന്നെന്ന്. അതിന് പപ്പിക്കും സത്യയ്ക്കും സുസ്മിതയുടെ വീട് അറിയാമായിരുന്നോ? സുസ്മിത കുഞ്ഞുങ്ങളെ അവിടെ നിന്ന് ഇറക്കി വിട്ടെന്നാ ജഗദീവ് പറഞ്ഞത്. ഈ പിള്ളേരുടെ ഒരു കാര്യമേ, എത്രമാത്രം വിഷമിച്ചു നമ്മൾ. ഏതായാലും ഇപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടാവും. എന്നാൽ ഇനി വിഷ്ണുവേട്ടനെ വിളിച്ച് കാര്യങ്ങൾ പറയട്ടെ. വിഷ്ണുവേട്ടൻ ഇനി ആദ്യ പിടിച്ച് എവിടൊക്കെ ഓടി നടക്കുന്നോ? വിഷ്ണുവാണെങ്കിൽ മക്കളെ തിരക്കി ഇങ്ങനെ ഓരോരുത്തർക്കും ചുറ്റുമാണ്. അപ്പോഴാണ് ശാലിനിയുടെ ഫോൺ വരുന്നത്. എന്താ ശാലിനി, മക്കൾ വീട്ടിലെത്തിയോ? അവരെക്കുറിച്ച് വല്ല വിവരവും കിട്ടിയോ? അത് പറയാനാ വിഷ്ണുവേട്ടാ ഞാൻ വിളിച്ചത്. അവരെ രോഹിത്തിനെ കാണാൻ വേണ്ടി സുസ്മിതയുടെ വീട്ടിൽ ചെന്നിരുന്നെന്ന് ഇപ്പോൾ ജഗദീവ് വിളിച്ചു പറഞ്ഞു. ശാലിനി, നീ എന്തുവാ പറയുന്നേ? സുസ്മിതയുടെ വീട്ടിലോട്ടോ? അവരിപ്പോൾ അവിടെ നിന്നിട്ട് പോരുന്നുണ്ടെന്നാ പറഞ്ഞ്. അവർ രോഹിത്തിനോട് എന്തോ പറയാൻ പോയെന്നാ? അവർക്ക് എന്തോ രോഹിത്തിനോട് പറയേണ്ടത്? അതൊന്നും അറിയില്ല വിഷ്ണുവേട്ടാ. അവരിങ്ങോട്ട് വന്നാലേ അറിയത്തുള്ളൂ. ശരി, ഞാനെന്നാ അങ്ങോട്ട് വരുവാ. എന്നാലും അമ്മയെ, പപ്പിയും സത്യയും രോഹിത്തിനെ കണ്ട് എന്തോ പറയാൻ പോയതാ. അതെന്താണെന്നറിയാവോ? അച്ഛനെയും കൊണ്ടേ നാളെ ക്ലാസ്സിൽ ചെല്ലാമെന്നും പറഞ്ഞ് സ്കൂളിൽ പപ്പിയോട് പറഞ്ഞ് വിട്ടിരിക്കുക. അതിന് കാരണം എന്താണെന്നറിയോ? അതാണ്ട് ഇവളായി ശ്യാമ. ഞാനോ? ഞാനെന്ത് ചെയ്തു? ശാരദാമ്മയാകെ ദേഷ്യത്തിൽ നിൽക്കുക. ഇവിടെ ഇപ്പോൾ ഉണ്ടായ മുഴുവൻ കുഴപ്പങ്ങൾക്കും കാരണക്കാരി ഇതാണ്ട ഇവളാ. അമ്മ എന്തൊക്കെയായി പറയുന്നത്? എടി, ഈ ശ്യാമയുടെ അശ്രദ്ധയാണ് ഇതിനെല്ലാം കാരണമെന്ന്. പപ്പി തയ്യാറാക്കി വെച്ചിരുന്ന പ്രോജക്റ്റ് വർക്ക് പപ്പിയുടെ ബാഗിൽ വെക്കാതെ അത് സത്യയുടെ ബാഗിലെടുത്ത് വെച്ചു. ഉച്ചയ്ക്ക് അവർക്ക് കഴിക്കാനുള്ള ചോറ് രണ്ടുപേരുടെയും ബാഗിലോട്ട് വെച്ചിട്ടുമില്ല. ഞാൻ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണവും കൊണ്ട് അവിടെ ചെന്നപ്പോഴാണ് ഈ വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞത്. വൈകിട്ട് സ്കൂൾ വിട്ടപ്പോഴേ ടീച്ചർ പറഞ്ഞു കാണും നാളെ അച്ഛനെ വിളിച്ചോണ്ട് വരണമെന്ന്. അതുകൊണ്ട് തന്നെ ആയിരിക്കും പിള്ളേർ അച്ഛനെ തിരക്കി പോയത്. ശാലിനി ശ്യാമയോട് പറയുക, എന്താ ശ്യാമേ, കുട്ടികളുടെ കാര്യത്തിൽ കുറച്ചൊക്കെ ശ്രദ്ധിക്കണ്ടേ? അല്ലെങ്കിൽ അവർ നാണം കിടുന്നതേ മറ്റുള്ളവരുടെ മുൻപിലാണ്. ഒന്നാമത് തലയുടെ കിളി പോയി വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് ശ്യാമ ഇരിക്കുന്നത്. ശ്യാമ പറയാ, അല്ലെങ്കിലും എനിക്കറിയാം കുറ്റമല്ല എനിക്കാവുമെന്ന്. എൻ്റെ അവസ്ഥ ഇങ്ങനായി പോയില്ലേ? നിങ്ങൾക്കൊക്കെ എന്ത് വേണമെങ്കിലും എന്നെ ഇപ്പോൾ പറയാമല്ലോ. ഞാനിന്നൊരു അധികപ്പറ്റാണല്ലോ. ജോലിയില്ല, വരുമാനമില്ല, സ്വന്തവുമില്ല, ബന്ധവുമില്ല. നിങ്ങൾക്കൊക്കെ അതുകൊണ്ട് എന്ത് വേണമെങ്കിലും എന്നെ പറയാമല്ലോ. ശ്യാമേ, എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? സംസാരിച്ച് കാട് കയറി പോവല്ലേ? നീ കാണിച്ച ഒരു ശ്രദ്ധക്കുറവ് പറഞ്ഞപ്പോൾ അതിനെ നീ എന്തിനാ തെറ്റായിട്ടെടുക്കുന്നത്? ഇനി ഇങ്ങനെയൊക്കെ ആവർത്തിക്കാതിരിക്കാനും ശ്രദ്ധയോടെ ചെയ്യാൻ വേണ്ടിയല്ലേ പറഞ്ഞത്. അല്ലാതെ മോളെ നിന്നെ കുറ്റപ്പെടുത്താനല്ല. ഞങ്ങൾ ഓരോ കാര്യങ്ങളും പറയുന്നത് നിന്റെ നന്മയെ കരുതിയാണെന്ന് മനസ്സിലാക്ക്. എന്നിട്ട് നീ സംസാരിക്കേ. എൻ്റെ ശാലിനി അവളോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവൾക്ക് ഇപ്പോഴും അവൾ ചെയ്യുന്ന തെറ്റിൻ്റെ ആഴം മനസ്സിലായിട്ടില്ല. അവൾ കാരണം ആ പപ്പി അവിടെ അച്ഛനെ തിരക്കി നാട് മുഴുക്ക നടക്കുന്നതെന്നേ അത് അവൾക്ക് മനസ്സിലായില്ലേ. പിന്നെ നമ്മളെന്ത് ചെയ്യാന്? വേണ്ട അമ്മേ, എല്ലാവരും കൂടെ ചേർന്ന് എന്നെ ഭ്രാന്ത് പിടിപ്പിക്കാനാ ഒരുങ്ങുന്നതെങ്കിൽ ഞാൻ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയി കളയും. നിങ്ങളോടൊക്കെ ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട എന്നും പറഞ്ഞ് ശ്യാമ കരഞ്ഞുകൊണ്ട് അകത്തോട്ട് കയറി പോവുകയാണ്. അമ്മ എന്തിനാ ഇപ്പം അവളോട് അങ്ങനെയൊക്കെ പറയാൻ പോയത്? അവളോടിപ്പോൾ അങ്ങനൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവൾ ചിന്തിക്കുന്നിടത്തൊന്നും ഇപ്പോൾ അവിടെ മനസ്സ് കിട്ടുന്നില്ല. അതുകൊണ്ട് അമ്മ ഇനി അവളോടൊന്നും പറയല്ലേ അമ്മേ. സത്യഭാമയും പൊന്നിയും കൂടെ ഉള്ള കടകളെല്ലാം കയറി ഇറങ്ങി ഇങ്ങനെ ക്ഷീണിച്ച് നടന്നു വരുവാണ്. സത്യഭാമ പറയുക, ഒരു സംരംഭം തുടങ്ങുമ്പോൾ ഇങ്ങനെ ഒരു പുതിയ പ്രതിസന്ധികളൊക്കെ വന്നുകൊണ്ടിരിക്കും. അതൊക്കെ സ്വാഭാവികമാണ്. നമ്മൾ അതൊന്നും കണക്കിലെടുക്കാതെ മുന്നോട്ട് തന്നെ പോകണം. പക്ഷേ ഇതിൽ പരാജയപ്പെട്ട് നമ്മൾ പിന്നോട്ട് പോയാൽ പിന്നെ നമുക്കൊരിക്കലും മുന്നോട്ട് പോകാനാവില്ല. ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന പ്രശ്നമേ അല്ലെന്ന് വിചാരിച്ചുകൊണ്ട് പൂർവാധികം ശക്തിയോടെ അങ്ങോട്ട് തുടർന്നാൽ പിന്നെ ഇതിൽ നിന്നും നമ്മളെ ആർക്കും പിന്തിരിപ്പിക്കാനും ആവില്ല. നമ്മളിതിൽ വിജയിക്കുകയും ചെയ്യും. ഞാൻ പറയുന്നതൊക്കെ പൊന്നിക്ക് മനസ്സിലായോ? പൊന്നിക്ക് മനസ്സിലായെന്ന് തലയാട്ടാതെ വേറെ മാർഗമില്ലല്ലോ. പൊന്നി നടന്ന് കുഴഞ്ഞാകെ വല്ലാത്തൊരവസ്ഥയിലെത്തി. ഇന്ന് ആ കടയിൽ വെച്ച് ആ സ്ത്രീ നമ്മളെ അപമാനിച്ചില്ലേ? അതൊന്നും നമ്മൾ മനസ്സിൽ വെക്കാനേ പാടില്ല. ആ കടയിൽ വേണ്ടെങ്കിൽ നമുക്ക് വേറെ കടയിൽ നോക്കാം. എന്തായാലും മുന്നോട്ട് വെച്ച കാലിനി പിന്നോട്ടില്ല. എന്താ പൊന്നി, നമുക്ക് തുടർന്നുകൊണ്ട് തന്നെ പോകാമല്ലോ. അതുതന്നെ സത്യമേ ഞാനും പറയുന്നത്. അങ്ങനെ അവർ നടന്ന് വീട്ടിൽ തന്നെ എത്തി. പൊന്നി, ഇതൊക്കെ കൊണ്ട് അകത്തോട്ട് വെച്ചിട്ടേ എനിക്ക് കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം ഇങ്ങ് എടുത്തോണ്ട് വാ.
എന്നിങ്ങനെ പറയുമ്പോൾ സത്യാമ്മയുടെ മുന്നിൽ ഒരു ഗ്ലാസ് ചായയുമായി നിൽക്കുന്ന നമ്മുടെ രാഘവേട്ടൻ. സത്യാമ്മയ്ക്കാണെ വിശ്വസിക്കാനേ കഴിയുന്നില്ല. സത്യാമ്മ ഇങ്ങനെ രാഘവേട്ടനെ തന്നെ നോക്കുവാണ്. ഈ കയ്യും കാലും വയ്യാതെ സ്വന്തമായിട്ടൊന്ന് നടക്കാൻ പോലും ശരിക്ക് പറ്റാത്ത ഈ രാഘവേട്ടനാണല്ലോ ചായ ഉണ്ടാക്കിക്കൊണ്ട് വന്നിരിക്കുന്നത്. സത്യഭാമയ്ക്ക് അങ്ങ് അതിശയമായിപ്പോയി. ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കാതെ ചായ അങ്ങോട്ട് എടുക്കു ഭാമയെ. കുറേ നാളുകൾക്ക് ശേഷമാ ഒന്ന് അടുക്കളയിൽ കയറിയത്. ഭാര്യ പണിക്ക് പോകുമ്പോൾ ഒരു പണിയും ചെയ്യാതെ വീട്ടിൽ കുത്തിയിരിക്കുന്ന ഭർത്താവ് ഭാര്യയെ ഒന്ന് സോപ്പിടാൻ വേണ്ടി ഭാര്യ പണിയും കഴിഞ്ഞ് വരുമ്പോഴേ ഒരു നല്ല ചായയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമെന്ന് ഇങ്ങനെ ആരൊക്കെയോ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എങ്കിലതൊന്ന് പരീക്ഷിച്ച് നോക്കാമല്ലോ എന്ന് കരുതി ഞാനും ഒന്ന് പരീക്ഷിച്ചതാ. ചായ കുടിച്ചു നോക്കിയിട്ട് ഭാമ കൊള്ളാമെങ്കിൽ കൊള്ളാമെന്ന് പറയണം. ഒട്ടും കുടിക്കാൻ കൊള്ളത്തില്ലെങ്കിൽ ഒന്നും പറയണ്ട. ആ ചായ അവിടെ അങ്ങ് താഴെ വെച്ചാൽ മതി. ഞാൻ തന്നെ ആ ചായ എടുത്ത് കളഞ്ഞിട്ട് ഗ്ലാസ്സൊക്കെ കഴുകി അടുക്കളയിൽ കൊണ്ട് വെച്ചോളാം. അതിന് ഞാൻ ചായ ഒന്ന് കുടിക്കട്ടെ രാഘവേട്ടാ, ധൃതി പിടിച്ച് പറയാൻ പറ്റുമോ? കുടിച്ചു നോക്കിയിട്ട് പറയാം എന്നും പറഞ്ഞ് സത്യഭാമ ചായ കുടിച്ചിട്ട് പറയുക, ആ കൊള്ളാം, എന്നാലും ഞാനിടുന്ന അത്രയൊന്നും പോരാ. അതങ്ങനല്ലേ വരത്തുള്ളൂ ഭാമേ. നിങ്ങൾ പെണ്ണുങ്ങളെ പാചകത്തിൻ്റെ ക്രെഡിറ്റൊക്കെ ആണുങ്ങൾക്ക് വിട്ടുകൊടുക്കത്തില്ലല്ലോ. അതൊക്കെ ഇനി എത്രയ്ക്ക് നന്നായിട്ടുണ്ടാക്കിയാലും നിങ്ങൾ അതൊട്ട് സമ്മതിച്ച് തരുത്തതുമില്ല രാഘവേട്ട. പിന്നെ ഇന്നത്തെ കച്ചവടം വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ പോയി. കാര്യമായിട്ട് വലിയ ബിസിനസ് ഒന്നും നടന്നില്ലെങ്കിലുമേ എന്നാലും അതിൻ്റെ റൂട്ടൊക്കെ ഒന്ന് മനസ്സിലായി. ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്തു തുടങ്ങുന്നതനുസരിച്ചാണ് ഭാമേ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞു തുടങ്ങുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞു കഴിഞ്ഞാലോ പിന്നെ അത് കൈകാര്യം ചെയ്യാൻ കൂടുതൽ പ്രയാസവും ഉണ്ടാകത്തില്ല. അതിനി ഈ കച്ചവടം മാത്രമല്ല, എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. നമ്മൾ നല്ല നിലയിൽ ജീവിച്ചിരുന്നപ്പോൾ നമ്മൾ ഇതുവല്ലോ ഓർത്തോ? ഭാമ ഇങ്ങനെ കച്ചവടം ചെയ്യാൻ വേണ്ടി വീട് വീടാന്തരം കയറി ഇറങ്ങുമെന്ന് വല്ലതും. ഇങ്ങനെ അന്നൊക്കെ നമ്മുടെ വീട്ടിൽ ഓരോരുത്തർ സാധനങ്ങൾ വിൽക്കാൻ വന്നപ്പോഴേ അന്നേ ഇവരൊക്കെ പകല് വീട് നോക്കി വെച്ചിട്ട് രാത്രിയിൽ കക്കാൻ വരുന്നവരാ എന്നൊക്കെ പറഞ്ഞ് എത്ര പേരെ ഭാമ വഴക്ക് പറഞ്ഞ് ഓടിച്ചു വിട്ടിട്ടുണ്ട്. ഇതൊക്കെ കാലത്തിൻ്റെ ഒരു കോമാളിക്കളിയാ. ഇപ്പം നോക്കിക്കേ, ആ ഒരു രീതിയിലേക്ക് ഭാമയും ഈശ്വരൻ കൊണ്ടെത്തിച്ചില്ലേ. ഈ ഒരു അനുഭവം ഭാമയ്ക്ക് ഉള്ളതുകൊണ്ട് ഇനി ഭാമ എവിടെങ്കിലും ചെല്ലുമ്പോൾ അവരാരെങ്കിലും ഇങ്ങനൊക്കെ പറഞ്ഞാലും ഭാമ അതൊന്നും കാര്യമാക്കണ്ട. നമ്മളെറിഞ്ഞ ഓരോ കല്ലുകളും നമ്മളെ നോക്കി തിരിച്ചു വരുക. വലിയ സന്തോഷത്തോടെ നൂർജഹാൻ അങ്ങോട്ട് വരുന്നുണ്ട്. സത്യാമ്മേ, വിവാഹം ഉടനെ വേണ്ടാന്ന് ബാപ്പിച്ച് തീരുമാനിച്ച് തുടർന്ന് പഠിച്ചോളാനും പറഞ്ഞു. ഇത് നല്ല സന്തോഷം തരുന്ന ഒരു വാർത്തയാണല്ലോ. അങ്ങനെ ബാപ്പിച്ചയ്ക്ക് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടു അല്ലേ? ആരോ ബാപ്പിച്ചയ്ക്ക് ഇക്കാര്യത്തെക്കുറിച്ച് നല്ലൊരു ക്ലാസ് എടുത്തിട്ടുണ്ട്. അതാരാണെന്നൊക്കെ എനിക്ക് മനസ്സിലായി. അങ്ങനെ രാഘവട്ടനെ നോക്കി നൂർജഹാൻ പറയുന്നുണ്ട്, അതെന്തായാലും ആകട്ടെ മോളെ, മോടെ മുഖത്ത് ഈ സന്തോഷം കണ്ടല്ലോ. പിന്നെ ഞാനൊരു കാര്യം അറിഞ്ഞല്ലോ, സത്യാമ്മ പുതിയ കച്ചവടമൊക്കെ തുടങ്ങിയെന്ന്. ആ തുടങ്ങി നോക്കി മോളെ, വലിയ ലാഭമൊന്നും ആയിട്ടില്ല. സത്യമേ, ഞാനൊരു ഐഡിയ പറയാം. ഇങ്ങനെ സാധനങ്ങൾ പുറത്തുനിന്ന് വാങ്ങിച്ച് കൊടുക്കുന്നതിനേക്കാളും നല്ലതേ നമുക്കിതിവിടെ വീട്ടിൽ തന്നെ പാചകം ചെയ്ത് അതങ്ങനെ വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഇതിനേക്കാളൊക്കെ ഒരുപാട് ലാഭം കിട്ടും. ഇപ്പം കിട്ടുന്നതിൻ്റെ ഇരട്ടി ലാഭം കിട്ടും സത്യാമ്മേ. അത് മോളെ, ഇതൊക്കെ ചെയ്യാൻ ആൾ വേണ്ടേ? അത് മാത്രമാണോ, ഇതൊക്കെ ചെയ്യാൻ അറിയാൻ വേണ്ടേ? അതിന് നമുക്കിതൊക്കെ അറിയാവുന്ന ഒരാളെ അങ്ങ് വെച്ചാൽ പോരെ? വീട്ടിലുണ്ടാക്കുന്ന പലഹാരങ്ങൾക്ക് അല്ലെങ്കിൽ ഡിമാൻഡ് കൂടുതലാണ്. എങ്കിൽ നമുക്ക് അങ്ങനെ കൂടെ നോക്കാം, അല്ലേ രാഘവേട്ടാ? നമ്മുടെ നൂർജഹാൻ പറഞ്ഞാലേ പിന്നെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ലല്ലോ, നമുക്കതിനെതിര് പറയാനും പറ്റില്ലല്ലോ. സത്യമോളും പപ്പിമോളും അങ്ങനെ സുസ്മിതയുടെ വീട്ടിൽ ചെന്ന് രോഹിത്തിനെയും കണ്ട് സുസ്മിതയുടെ ആട്ടുമൊക്കെ മേടിച്ചുകൊണ്ട് ഇങ്ങനെ വരുന്നുണ്ട്. ആരെയും കാണുന്നില്ലല്ലോ പപ്പി. എന്തായാലും വലിയൊരു ഭൂകമ്പം പ്രതീക്ഷിക്കാം. എന്തു പറഞ്ഞാൽ ഇപ്പോൾ അങ്ങോട്ട് കയറി ചെല്ലുന്നത്? ശാരദാമ്മ കണ്ടിരുന്നെങ്കിൽ ഒരടിയിൽ നിന്നും രക്ഷപ്പെടായിരുന്നു. ഇനിയിപ്പോൾ എൻ്റെ അമ്മ കണ്ടാലും ചേച്ചിയമ്മ കണ്ടാലും അടി ഉറപ്പാ. സത്യമോള് പറയാ, അയ്യോ ഭാഗ്യം, ഭഗവാനെ, നമ്മൾ മനസ്സിൽ കണ്ടതുപോലെ തന്നെ ശാരദാമ്മയാ വരുന്നത്. ആഹാ, ചുറ്റിക്കറക്കമൊക്കെ കഴിഞ്ഞിട്ട് രണ്ടുപേരും ഇങ്ങ് എത്തിയോ? എന്താ കയറുന്നില്ലേ? അതെ, ശാരദാമ്മയെ കണ്ടിട്ട് നല്ലൊരു സോറി പറഞ്ഞിട്ട് കയറാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുക. ഇത് സോറിയിലൊന്നും നിൽക്കുമെന്ന് എൻ്റെ പൊന്നുമക്കളെ എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നിങ്ങൾ കാണിച്ചത് വലിയ തെറ്റല്ലേ? എവിടെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ട് പോയിക്കൂടെ? ഇവിടെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടായതെന്ന് നിങ്ങൾക്ക് വല്ലതും അറിയാവോ? വേണ്ട, അകത്തോട്ട് ചെല്ല്. അമ്മമാർ രണ്ടും കൂടെ വിറച്ചോണ്ട് നിൽക്കുക. ചെല്ല്. എന്നാൽ പിന്നെ ഞങ്ങൾ കയറുന്നില്ല. പപ്പിമോള് പറയുക, ഒരത്യാവശ്യ കാര്യം ഉണ്ടായതുകൊണ്ടല്ലേ ശാരദാമ്മ ഞങ്ങൾ പോയത്, അല്ലെങ്കിൽ ഞങ്ങൾ പോവില്ലായിരുന്നല്ലോ. പപ്പി അങ്ങനെ പറഞ്ഞത് കേട്ടിട്ട് ശ്യാമ അകത്തുനിന്ന് തുള്ളി ഉറഞ്ഞിങ്ങോട്ട് വരുവാണ്. എന്തത്യാവശ്യമാടി നിനക്ക്?
അതിന് നീയൊക്കെ എന്തിനാടി സുസ്മിതയുടെ വീട്ടിൽ പോയത്? നിൻ്റെയൊക്കെ അത്യാവശ്യം അവിടെയാണോ ഇരിക്കുന്നത്? ശ്യാമയുടെ ഈ ദേഷ്യവും ഭാവമൊക്കെ കണ്ടിട്ട് പേടിച്ച് സത്യമോള് പറയുക, പപ്പിയുടെ അച്ഛനെ കാണാൻ പോയതാ. പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടേ നാളെ അച്ഛനെ വിളിച്ചുകൊണ്ട് വന്നെങ്കിലേ ക്ലാസ്സിൽ കയറാൻ പറ്റത്തുള്ളെന്ന് ടീച്ചർ പറഞ്ഞു. ഒരച്ഛൻ, എന്നിട്ട് അയാൾ വന്നോ? എടി വന്നോന്ന്. അയാൾ വരുത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അയാൾ നമ്മുടെ ആരുമല്ല. അയാൾ എൻ്റെ ഭർത്താവായെങ്കിൽ മാത്രമേ നിനക്ക് അച്ഛനാകത്തുള്ളൂ. അയാൾ എൻ്റെ ഭർത്താവുമല്ല, ആരുമല്ല. പപ്പിമോള് ചോദിക്കുക, അമ്മേ നിങ്ങൾ തമ്മിൽ വഴക്കായതിന് ഞാൻ എന്ത് ചെയ്യാന്? ഇനിയിപ്പം നാളെ ക്ലാസ്സിന് ഞാൻ എങ്ങനെ പോകും? നീ ക്ലാസ്സിൽ പോവേ വേണ്ട, ഞാൻ പോകും, നീ പോവോടി എന്നും പറഞ്ഞ് ശ്യാമ കുഞ്ഞിനെ അടിക്കുവാണ്. എടി എന്നെ ധിക്കരിച്ച് നീ ഇനി എങ്ങോട്ടെങ്കിലും പോവോടി എന്നും പറഞ്ഞ് കുഞ്ഞിനെ അടിക്കുന്ന കണ്ടിട്ട് ശാലിനിയും ശാരദാമ്മയും ഓടി വരുവാണ്. ശ്യാമേ നീ എന്തുവായി കാണിക്കുന്നേ? ശാലിനി ഓടി വന്ന് ശ്യാമയെ പിടിച്ചൊരു തള്ളിയിട്ടൊരു നോട്ടം. ശാലിനിക്ക് സഹിക്കുന്നില്ല പപ്പിമോളെ അടിച്ചത്. ഇവളിനി ഞാൻ അറിയാതെ അച്ഛനെ കാണാനാന്ന് പറഞ്ഞൊരു പോയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ അറിഞ്ഞാൽ ഞാൻ പിന്നെ നോക്കില്ല, നിന്നെ ഞാൻ കൊന്നുകളയും. അത് കേട്ട് പപ്പിമോള് പേടിച്ച് കരയുവാണ്. നീ കരയുന്നോടി എന്നും പറഞ്ഞ് വീണ്ടും ശ്യാമയിട്ടടിക്കുവാണ്. ഇത് ശാലിനിക്ക് തീരെ സഹിക്കാൻ പറ്റില്ല. ശാലിനി ദേഷ്യത്തോടെ ഇനി അവളെ തല്ലരുത്. ശാലിനിയുടെ ആ നോട്ടവും ആ ദേഷ്യവും ശ്യാമ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ശ്യാമ അങ്ങ് ഞെട്ടി നിൽക്കുവാണ്. പപ്പിമോളാണെങ്കിൽ ശാലിനിയെ കെട്ടിപ്പിടിച്ചങ്ങ് കരയുവാണ്. ശ്യാമയ്ക്കത് തീരെ സഹിക്കുന്നില്ല. അത് ശരി, എനിക്കിപ്പോൾ എൻ്റെ മോളെ തല്ലാൻ പോലും സ്വാതന്ത്ര്യമില്ല അല്ലേ? തുള്ളി ഉറഞ്ഞു നിൽക്കുന്ന ശ്യാമയോട് ഇപ്പോൾ ഒന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ലെന്ന് ശാലിനിക്കറിയാം. ശാലിനി പറയുക, മക്കളെ തല്ലരുതെന്നല്ല ശ്യാമയെ ഞാൻ പറഞ്ഞത്, കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയില്ലേ? അതറിഞ്ഞിട്ടും അവരെ വെറുതെ എന്തിനാ തല്ലുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ശ്യാമയും വിട്ടുകൊടുക്കാൻ ഒരു പ്ലാനുമില്ല. എൻ്റെ മോളെ ഞാൻ തല്ലിയിട്ടുണ്ടെങ്കിൽ അത് അവൾ തെറ്റ് ചെയ്തിട്ട് തന്നെയാണ്. ഇവൾ എന്നോട് ചോദിക്കാതെ സുസ്മിതയുടെ വീട്ടിൽ പോയില്ലേ, അത് തെറ്റു തന്നെയാ. അതിനവളെ ഞാൻ ഇനിയും തല്ലും എന്നും പറഞ്ഞ് ശ്യാമ വീണ്ടും കുഞ്ഞിനെ അടിക്കാൻ പോവാണ്. ശാരദാമ്മയും ശാലിനിയും എല്ലാം ശ്യാമയെ പിടിച്ച് മാറ്റുന്നുണ്ട്. ഒരിക്കലും ശ്യാമ ഇങ്ങനൊന്നും പപ്പിമോളോട് ചെയ്തിട്ടില്ല. അതെല്ലാം ഓർത്ത് പപ്പിമോൾ ഇന്ന് ഉറക്ക കരയുവാണ്. ശാരദാമ്മ കുറെ നേരം കൊണ്ട് സഹിച്ച് നിൽക്കുവാണ് ശ്യാമയുടെ പ്രവൃത്തിയെ കണ്ടിട്ട്. ശാരദാമ്മയ്ക്കും വലിയ സങ്കടമുണ്ട് ശാലിനിയുടെ മുമ്പിലിട്ട് പപ്പിമോളെ തല്ലുന്നത്. ശാരദാമ്മ ദേഷ്യത്തോടെ, ഇനി നീ തൊട്ടു പോകരുത് പപ്പിയെ. അവൾ പറഞ്ഞത് നീ കേട്ടില്ലേ? നാളെ അവൾ സ്കൂളിൽ ചെല്ലണമെങ്കിൽ അവളുടെ അച്ഛനെ വിളിച്ചുകൊണ്ട് ചെന്നെങ്കിലേ പറ്റത്തുള്ളെന്ന്. അതിനെ അവൾ അവിടെ അച്ഛനെ വിളിക്കാൻ പോയതല്ലേ? കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടും പിന്നെ നീ എന്തിനാ കൊച്ചിനെ തല്ലുന്നതെന്നാ ചോദിക്കുന്നത്? ആരോടുള്ള ദേഷ്യമാണ് നീ ഇങ്ങനെ തീർക്കുന്നത്? രാമ കരഞ്ഞുകൊണ്ട് ചോദിക്കുക, അപ്പോഴങ്ങനെയൊക്കെയായി ഞങ്ങളും നിങ്ങളും. ഇവിടെ ഇപ്പം നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ട്, ഞാൻ മാത്രം അന്യ. ശാലിനി സങ്കടത്തോടെ ശ്യാമയോട് ചോദിക്കുന്നു, ശ്യാമേ നീ എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നത്? പിന്നെ ഞാൻ എങ്ങനെ പറയണം? എനിക്കിവിടെ ആരാ ഉള്ളത്? എൻ്റെ ഭർത്താവെന്ന് പറയുന്ന ഒരാൾ എന്നെ തിരിഞ്ഞു നോക്കാതെ എവിടെയോ ഒരുത്തിയുടെ കൂടെ കഴിയുക. എൻ്റെ മോളാണെങ്കിലോ ഞാൻ പറയുന്നത് കേൾക്കാതെ തോന്നിയ പോലെ നടക്കുവാണ്. എനിക്കാണെങ്കിൽ ഇപ്പോൾ ഇവളെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള അവകാശമില്ലെന്ന് അമ്മയും ചേച്ചിയും പറയുന്നു. ഞാൻ എന്ത് ചെയ്യണം? ഇവിടെ എനിക്കും ജീവിക്കണ്ടേ? അപ്പോഴങ്ങോട്ട് വിഷ്ണു വരുവാണ്. അച്ചാന്നും വിഷ്ണു അച്ചാന്നും പറഞ്ഞ് രണ്ട് മക്കളും കൂടെ ഓടിച്ചെന്ന് കരഞ്ഞോണ്ട് വിഷ്ണുവിനെ അങ്ങ് കെട്ടിപ്പിടിക്കുവാണ്. സത്യ പറയുക, അച്ഛാ ശ്യാമയാൻ്റി പപ്പിയെ ഒരുപാട് തല്ലി. അത് കേട്ടിട്ട് സങ്കടവും ദേഷ്യത്തോടെ വിഷ്ണു ഇങ്ങനെ ശ്യാമയെ നോക്കുന്നുണ്ട്. ശ്യാമയെ അത് കണ്ടിട്ട് എളുപ്പം അകത്തോട്ട് കയറി അങ്ങ് പോവുകയാണ്. എന്താ ഇത്? എന്താ ശാലിനി? എന്താ ഇവിടെ പ്രശ്നം? ശാരദാമ്മ പറയുക, പപ്പിയും സത്യവും കൂടെ രോഗത്തിനെ പോയി വിളിച്ചിട്ടേ അവൻ വന്നില്ലല്ലോ. ശാലിനി പറയുക, പപ്പിക്ക് നാളെ അച്ഛനെയും വിളിച്ചുകൊണ്ട് ക്ലാസ്സിൽ ചെല്ലണം. വിഷ്ണു പറയുക, പപ്പിയുടെ അച്ഛനായിട്ടല്ലേ, അതിന് ഞാൻ പോയാൽ പോരെ? വിഷ്ണുവിനെ കെട്ടിപ്പിടിച്ച് കരയുന്ന പപ്പിമോളോട് പറയുന്നു, മോള് കരയണ്ട, നാളെ ഞാൻ വരാം. വിഷ്ണു ശാലിനി ഒരു നോട്ടം നോക്കുന്നുണ്ട്. ആ നോട്ടത്തിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അനുജത്തിയുടെ ജീവിതം സുരക്ഷിതമാക്കാൻ വേണ്ടി നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ ദാനം കൊടുത്തതല്ലേ, എന്നിട്ടിപ്പോൾ ആ കുഞ്ഞിനെ നിന്റെ മുന്നിലിട്ടാണല്ലോ തല്ലുന്നത് എന്നൊക്കെ ഓർത്തിട്ടാണ് വിഷ്ണു ഇങ്ങനെ ശാലിനിയെ നോക്കുന്നത്. ശാലിനി ഒന്നും പറയാതെ വിഷ്ണുവിനെ തന്നെ നോക്കി ഇങ്ങനെ നിൽക്കുവാണ്. എൻ്റെ മക്കൾ കരയണ്ട, നാളെ വിഷ്ണു അച്ഛൻ വരാം. ശാലിനിക്ക് സങ്കടവും ഭയവും ഉണ്ട്. ശാലിനി പറയുക, വിഷ്ണു ഏട്ടാ ശ്യാമ വെറുതെ വേണ്ട, നടന്നൊന്നും എനിക്കിനി കേൾക്കണ്ട, കുറച്ച് സമാധാനത്തോടെ എനിക്ക് എവിടെയെങ്കിലും ഒന്ന് ഇരിക്കണം, അത്ര മാത്രമേ ഉള്ളൂ. വിഷ്ണു രണ്ട് മക്കളെയും ചേർത്ത് പിടിച്ചിങ്ങനെ മക്കൾ കരയേണ്ട കേട്ടോ എന്നും പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. സത്യഭാമയാണെങ്കിൽ നൂർജഹാൻ പറഞ്ഞതനുസരിച്ച് പലഹാരങ്ങൾ ഉണ്ടാക്കാൻ പോവാണ്. തിളച്ച എണ്ണയിലോട്ട് എന്തൊക്കെയോ കുഴച്ചിടുകയും വാരുകയും കോരുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പൊന്നി പറയുന്നു, സത്യാമ്മ ഇതിനൊന്നും വെട്ടുകേക്കിൻ്റെ ഒരു ഷേപ്പും വരുന്നില്ലല്ലോ, അത് പൊന്നി 2-3 എണ്ണം ഉണ്ടാക്കി കഴിയുമ്പോൾ അങ്ങ് ശരിയാക്കിക്കോളും.
2-3 ഇപ്പോൾ ഇത് കുറേ ഉണ്ടാക്കി, എന്നിട്ടും ഇങ്ങനെ തന്നെയാണല്ലോ വരുന്നത്. രാഘവേട്ടൻ പറയുക, എനിക്ക് തോന്നുന്നതേ അതിൻ്റെ കൂട്ടിനകത്ത് എന്തോ പെസക് പറ്റിയിട്ടുണ്ടെന്നാ. സത്യാമ്മേ, മുട്ട ചേർത്തായിരുന്നോ? അതൊക്കെ ഞാൻ ചേർത്തിട്ടുണ്ട്. എല്ലാം കൃത്യമായിട്ട് അളവിൽ തന്നെയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. എന്നിട്ട് സത്യാമ്മ നോക്കിക്കേ, ഒന്നുപോലും കടക്കാരുണ്ടാക്കുന്ന പോലെ ശരിയായിട്ടില്ല. അപ്പോൾ പിള്ള പലഹാരത്തിനുള്ള കുറേ സാധനങ്ങളും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. പിള്ള നോക്കിയിട്ട് പറയാം, അയ്യോ ഇതെന്തോ സത്യാമ്മേ, ഒന്നിനും ഒരു ഷേപ്പും ഒന്നും ഇല്ലല്ലോ. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചാൽ ഏത് കടക്കാർ മേടിക്കാന്? ഇതൊക്കെ അറിയാവുന്ന ആരെങ്കിലും കൊണ്ട് വേണം ഇതൊക്കെ ഉണ്ടാക്കിക്കാൻ. അതിനുള്ള സാമ്പത്തികമൊന്നും ഇല്ലല്ലോ പിള്ളേ നമുക്കിപ്പോൾ. എങ്കിൽ നമുക്ക് ഇതൊക്കെ അറിയാവുന്ന ശാരദാമ്മയോടൊന്ന് ചോദിച്ചു നോക്കാം, ഇവിടെ വന്ന് നമ്മളെ ഇതൊക്കെ ഒന്ന് പഠിപ്പിച്ചു തരാമോന്ന്. ദൈവമേ, ശാരദാമ്മയുടെ പേര് പറഞ്ഞതും സത്യാമ്മയ്ക്ക് ദേഷ്യം വന്നിട്ട് ആ എണ്ണക്കരണ്ടി എടുത്ത് താഴെ അടിച്ചിട്ട് സത്യാമ്മ അങ്ങ് പോവുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, സത്യഭാമയുടെ അഹങ്കാരമൊക്കെ കളഞ്ഞ് ലാസ്റ്റ് ശാരദാമ്മ വന്ന് ഇവരെ ഈ പാചകമൊക്കെ പഠിപ്പിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.